ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പട്ടണത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരറിയിപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. രാജാവ് ഒരു വലിയ വിരുന്ന് നടത്തുന്നു, എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം, പക്ഷേ വിശേഷതരമായ വസ്ത്രം ധരിച്ച് മാത്രമേ വിരുന്നിൽ പ്രവേശിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഭിക്ഷക്കാരന് അതിൽ പങ്കെടുക്കുവാൻ അതിയായ ആഗ്രഹം തോന്നി, പക്ഷേ വസ്ത്രമില്ല. അദ്ദേഹം ധൈര്യം സംഭരിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തി രാജാവിന് മുന്നിൽ മുഖം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അടിയനും വിരുന്നിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്ക് ധരിക്കാൻ വിശേഷ വസ്ത്രങ്ങളില്ല. രാജാവിന് ദയ തോന്നി അയാൾക്ക് ധരിക്കാനായി ഒരു വിശേഷ വസ്ത്രം നൽകി വിരുന്നിൽ പങ്കെടുക്കുവാനുള്ള അനുവാദവും നൽകി. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇനി ഒരിക്കലും നീ നിന്റെ പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇനി ഈ വിശേഷ വസ്ത്രം കീറിക്കളയുകയും ചെയ്യരുത്. രാജാവിന് നന്ദി പറഞ്ഞ് അയാൾ തിരിച്ചു നടന്നു. പോകുന്ന വഴിയിൽ മൂലയ്ക്ക് കിടന്ന തൻ്റെ പഴയ മുഷിഞ്ഞ വസ്ത്രമെടുത്ത് തൻ്റെ ഭാണ്ഡത്തിലാക്കി. പിറ്റേന്ന് നടക്കുന്ന വിരുന്നിൽ അയാൾ സന്തോഷത്തോടെ ആ വിശേഷ വസ്ത്രവും ധരിച്ച് കടന്നു വന്നു. പക്ഷേ തൻ്റെ പഴയ ഭാണ്ഡം അയാൾ തോളിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിനിടയിൽ തോളിലെ ഭാണ്ഡം ഒതുക്കി വെക്കുന്നതിലൊക്കെ ആയിരുന്നു അയാളുടെ ശ്രദ്ധ. അതിനാൽ ശരിയായി ആ വിരുന്ന് ആസ്വദിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ദിവസങ്ങൾ പോകുന്തോറും ഭിക്ഷക്കാരന് തൻ്റെ പഴയ മുഷിഞ്ഞ വസ്ത്രമടങ്ങിയ ഭാണ്ഡക്കെട്ടിലായി കൂടുതൽ ശ്രദ്ധ. എവിടെ പോയാലും അത് കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ടു പോകുമായിരുന്നു. പുതിയ വസ്ത്രം കിട്ടിയെങ്കിലും പഴയ മുഷിഞ്ഞ തുണിയും ഭാണ്ഡവും അവൻ്റെ ജീവിതത്തിലെ സന്തോഷം മുഴുവൻ കവർന്നെടുത്തു. നമ്മളീ പലരും ഇതുപോലെയാണ്. ജീവിതത്തിൽ വിശുദ്ധിയുടെ പുതിയ വെണ്മയുള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് നടക്കുന്നത്. പക്ഷേ പാപത്തിൻ്റെ പഴയ ഭാണ്ഡം ഉപേക്ഷിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു വലിയ വിരുന്ന് നടത്തുന്ന രാജാവിൻ്റെ ഉപമ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി 22-ാം അധ്യായത്തിൽ തെരുവുകളിൽ നിന്നും പെരുവഴിയിൽ നിന്നുമൊക്കെ ആളുകൾ കല്യാണത്തിന് വന്നു. പക്ഷെ അപ്പോഴാണ് കല്യാണ വസ്ത്രമില്ലാത്ത ഒരുവൻ അകത്ത് കടന്നത് കണ്ടത്. രാജാവ് കോപിച്ച് അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അവനെ പുറത്താക്കി. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധിയുടെ കുപ്പായം അണിഞ്ഞേ തീരൂ. വിശുദ്ധ കൂദാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ വിശേഷമായ കുപ്പായം. പക്ഷേ പാപഭംഗിലമായ പഴയ വസ്ത്രം ഭാണ്ഡത്തിലാക്കി തോളിൽ ചുമന്ന് നടക്കുന്നവരുടെ ഉദ്ദേശം എപ്പോഴെങ്കിലും അതെടുത്ത് ധരിക്കാമെന്നതാണ്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ദൈവരാജ്യം. വിശുദ്ധമായത് ധരിച്ചാൽ അശുദ്ധമായതെല്ലാം ഉപേക്ഷിക്കണം. അല്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറുന്ന അല്ലെങ്കിൽ കുപ്പായങ്ങൾ മാറ്റുന്നവർക്കുള്ളതല്ല ആ വിശുദ്ധമായ ഇടം. പഴയ ഭാണ്ഡത്തെ ഉപേക്ഷിക്കാം. വിശുദ്ധിയുടെ കുപ്പായം ഒരിക്കലും നഷ്ടമാകാതെ നിത്യമായി അണിയാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൃഷ്ടിയായെന്നെ മാറ്റണേ നാഥ, പുതുവസ്ത്രത്തോടെന്നെ ചേർക്കണേ നാഥ. പുതിയൊരു ജന്മം എനിക്കേകുവാൻ, പുതിയൊരു തോൽക്കുടമായിടുവാൻ, പുതു സൃഷ്ടിയാ